ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തവണത്തെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതാണ് റിപ്പബ്ലിക് ഡേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2-3 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത്, ഒരു 24-25 ദിവസങ്ങൾ തൊട്ടേ തുടങ്ങും ഇതിനെക്കുറിച്ചുള്ള തള്ളുകൾ. ആ തള്ളുകൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തള്ള് അവതരിപ്പിച്ച് കളയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ കൂട്ടി തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആമുഖമായിട്ടൊരു കാര്യം പറഞ്ഞു വെച്ചേക്കാം. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ ആ എൻറ്റയർ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമല്ല. പക്ഷേ ഇന്ത്യ അവർക്കിപ്പം അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന കുറച്ച് മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റാണ് അവർ ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ ഡേ പരേഡ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കാണണം. അത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരു പക്ഷേ അത് കാണുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷേ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമുണ്ട്. അവിടുത്തെ ടാബ്ലോ ആയിക്കോട്ടെ, ആ പരേഡിൽ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ വിഷയങ്ങളും ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി, എത്രമാത്രമാണ് ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരേഡാണ് ജനുവരി 26 രാവിലെ 8 മണിക്ക് ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, ചീഫ് ഗസ്റ്റായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് ആയിട്ട് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇന്ത്യക്കാർക്ക് അതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും രാവിലെ ജനുവരി 26 നടക്കുന്ന പരേഡ് കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. ഇത് തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ലൈഫിൽ വൺ ടൈമിൽ കിട്ടുന്ന ഒരു അവസരമാണ്. കാരണം ഈ നേതാക്കൾ ആ പൊസിഷനിൽ ഉണ്ടായിരിക്കണം. അവർ പൊസിഷൻ മാറി പോയി കഴിഞ്ഞാൽ ഈ രീതിയിലൊരു ഡെലിഗേറ്റ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ വരാൻ കഴിയില്ല. ഈ രീതിയിലൊരു ചീഫ് ഗസ്റ്റായിട്ട് ഇന്ത്യക്കുള്ളിൽ വരാൻ കഴിയില്ല. അതേസമയം ഇന്ത്യ വളരെ എളുപ്പത്തിൽ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും അല്ല ഇത്. അതാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന പരേഡുകളേ ഉള്ളൂ ഇത്തരത്തിൽ. അതിലൊന്നാണ് ഇന്ത്യയിൽ നടക്കുന്ന പരേഡ്. ഇത്തവണത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസുല ഫോൺ ഡെർ ലൈൻ, അവർ, അതേപോലെ തന്നെ അതിൻ്റെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ, ഫോറിൻ സെക്രട്ടറി, ഇവർ രണ്ടുപേരാണ് ചീഫ് ഗസ്റ്റ്. അവരുടെ ഡെലിഗേറ്റ്സ് ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യത്തെ മെമ്പറായിട്ട് പറയപ്പെടുന്നത് കായ കലാസ്. അവർ യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ സെക്രട്ടറിയാണ്. ഇപ്പം ഇവരൊക്കെ തന്നെയാണ് പങ്കെടുക്കുന്നത്. ഇവർ ലക്ഷ്യമിടുന്നത് വേറെ ഒന്നുമല്ല, ഇന്ത്യയുമായിട്ട് അവർക്ക് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തണം. നിലവിൽ തന്നെ നല്ല രീതിയിലുള്ള വ്യാപാരം ഉണ്ട്. പക്ഷേ എന്നാലും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവർക്കൊരു പ്രശ്നമുണ്ട്. യൂറോപ്പിന് പ്രശ്നമില്ല എന്നല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇന്ത്യയുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. കാരണം അമേരിക്കയുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന പ്രഷർ, മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് മിനിറ്റുകൾക്കുള്ളിൽ താരിഫ് മാറ്റിമറിക്കുന്ന സാഹചര്യം, അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ ലേബർ ഷോർട്ടേജ്, സ്കിൽഡ് വർക്കേഴ്സ് ഇല്ല, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അവർ ഇന്ത്യയെ സമീപിക്കുന്നത്. ഇന്ത്യയുടെയും യൂറോപ്പിൻ്റെയും ആനുവൽ സബ്മിറ്റാണ് 27 നടക്കുന്നത്. 26 കംപ്ലീറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ 26 ഫുൾ സെലിബ്രേഷൻ മാത്രമാണ്. അന്ന് ഒഫീഷ്യൽ തലത്തിലുള്ള മീറ്റിംഗ്സ് ഒന്നും തന്നെ ഫിക്സ് ചെയ്തിട്ടില്ല. 27 മീറ്റിംഗ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് 27 അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കും. അതിലവർ മെയിനായിട്ട് പറഞ്ഞു വെക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യ യൂറോപ്പിൻ്റെ ഇൻഡിസ്പെൻസിബിൾ അല്ല എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് യൂറോപ്പിനൊരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് യൂറോപ്പ് ഇന്ത്യയുമായിട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പിന് തയ്യാറാകുന്നത്. അവരല്ല എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇന്ത്യക്ക് അലൈ എന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ ഇല്ല. ഇന്ത്യക്ക് ഒരു രാജ്യങ്ങളുമായിട്ടും അലൈ എന്ന് പറയുന്ന ആ ഒരു ടെർമിനോളജി ഇല്ല. അത് പലതവണ നമ്മളുടെ ഫോറിൻ മിനിസ്ട്രി വ്യക്തമാക്കിയതാണ്. നിലവിൽ നമ്മൾ കണ്ടുവരുന്ന ഗ്ലോബൽ അൺസർട്ടനിറ്റി, ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ വ്യാപാരങ്ങൾ ശരിക്കും നടക്കുന്നില്ല. താരിഫ് യുദ്ധം ഒരു സൈഡിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് ഒരു എക്കണോമിക് ടൈസ്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. 16ാമത്തെ ഇന്ത്യ യൂറോപ്പ് സബ്മിറ്റാണ് ജനുവരി 27 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് നടക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ അഫയേഴ്സിൻ്റെ പോളിസി മേക്കർ എന്ന് പറയുന്നത് കായ കലാസ് ആണ്. അവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കും. ഇൻഡിസ്പെൻസിബിൾ എന്നുള്ള വാക്ക് അവർ ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് വല്ലാത്തൊരു മീനിങ് ഉണ്ട്. ആ മീനിങ് നമ്മൾ എപ്പോഴും അവരുടെ ആ ഒരു ടോക്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം അവർ പിന്നീട് ഇതേ വാക്യം വെച്ചിട്ടായിരിക്കും നമ്മളെ തിരിച്ചടിക്കുന്നത്. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ നിലനിൽക്കുമോ എക്കാലത്തേക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ അവർ 2030 വരെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന എഗ്രിമെൻ്റാണ്. ഈ FTA എഗ്രിമെൻറ്റ് എത്ര ക്വിക്കായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളും നോക്കുന്നത്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ
കുറേ കാലം കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു റിസൾട്ട് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഇന്ത്യ സന്ദർശിച്ച് പോയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേതാക്കളൊക്കെ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയിട്ടുണ്ട്. അതിൽ പരമാവധി ആൾക്കാരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ജർമ്മനിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ജർമ്മനിക്ക് വളരെ ആവശ്യമാണ്, ഇന്ത്യൻ സ്കിൽഡ് വർക്കേഴ്സിന് ആവശ്യമുള്ള ഒരു രാജ്യമായിട്ട് ജർമ്മനി മാറിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഗാഢമായ ബന്ധം, ഈ ബന്ധത്തിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പം ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് പ്രൈം മിനിസ്റ്റർ മോദിയുടെയും ഇമ്മാനുവൽ മാക്രോണിൻ്റെയും ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മാക്രോൺ ശക്തമായ രീതിയിൽ നിലപാടെടുത്തത് കൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇത്തവണ ഇന്ത്യയിലേക്കുള്ള ആ ഒരു വരവും അതിനോടൊപ്പം ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റും അടുത്ത് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ അവർ നോക്കിക്കാണുന്നത്. യൂറോപ്പിന് ഇതിലേക്ക് വലിയ താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് യൂറോപ്പിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് യൂറോപ്പിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയിൽ നിന്ന് തന്നെ പലപ്പോഴായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ യൂറോപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ അവർ ഒരു ഹെസിറ്റേഷൻ്റെ മോഡിൽ കാണേണ്ടതില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്ലോമാറ്റിക്കലി പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡയലോഗുകളും പല തന്ത്രങ്ങളും പല സ്റ്റേറ്റ്മെൻറ്റുകളും ഫോറിൻ മിനിസ്ട്രി ഉപയോഗിക്കും. യൂറോപ്പിൻ്റെ ഫോറിൻ മിനിസ്ട്രി ഉപയോഗിക്കും, നമ്മളും ഉപയോഗിക്കാറുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി ആയിട്ടാണ് നമ്മൾ പലപ്പോഴും അവർക്ക് കൊള്ളുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുത്തിട്ടുള്ളത്. അത് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറയാറുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ ആഗോള തരത്തിലുള്ള പ്രശ്നമായിട്ട് അവർ പെരുപ്പിച്ച് കാണിക്കുകയും, പക്ഷേ ഈ ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അവർ ഒരു രീതിയിലും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയും, അതിനെ വളരെ ചെറുതായിട്ട് ആ രാജ്യത്തിന് മാത്രം പ്രശ്നമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കും. ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പുകളൊക്കെ ഉള്ളതാണ് യൂറോപ്പ് എന്നുള്ളത് പലപ്പോഴായിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതെല്ലാം തന്നെ ഭയങ്കരമായ രീതിയിൽ അവർക്ക് കൊണ്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ അവർ വിശകലനം ചെയ്ത് അതിനെ പഠിക്കുകയാണ് ചെയ്തത്. അത് പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യയുടെ സൈഡിൽ എന്തോ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസറി നോട്ടാണെന്നുള്ളതാണ് പിന്നീട് യൂറോപ്പിൽ നിന്നുള്ള പൊളിറ്റിക്കൽ അനലിസ്റ്റുകളൊക്കെ ക്രിട്ടിസൈസ് ചെയ്തത്. ഇന്ത്യ പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പിന്നീട് അവർക്ക് മനസ്സിലായി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഇന്ത്യയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ യൂറോപ്പിനെ അങ്ങോട്ട് കൊടുക്കേണ്ട രീതിയിലുള്ള മറുപടി കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇന്ത്യ സംതിങ് ടു സേ ടു യൂറോപ്പ് എന്നുള്ളത് അവർക്ക് മനസ്സിലായത്. പലരും ഇതിനെ ഫോറിൻ പോളിസി ഫെയിലിയർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയിൽ ഫോറിൻ പോളിസി ഫെയിലിയർ അല്ല, അത് ഇന്ത്യയുടെ ഒരു പ്രഷർ ടാക്ടിക്സ് ആണ്. ഇന്ത്യ യൂറോപ്പിനെ എങ്ങനെ കാണുന്നു, അതായത് നമ്മൾ അടിമകളല്ല, നമ്മൾ ഈക്വലായിട്ട് നിങ്ങളോടൊപ്പം ഒരു ടേബിളിൽ ഒരു കസേര അപ്പുറത്താണെങ്കിൽ ഒരു കസേര ഇപ്പുറത്തിട്ട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഡീലിങ്സ് ആണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലാതെ അടിമക്കച്ചവടമല്ല എന്നുള്ളത് ആവർത്തിച്ച് പറയാനാണ് നമ്മൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡീൽ, ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീല് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. നമ്പർ 1, ഡിസ്മാൻഡിൽ ബാരിയേഴ്സ്, എന്തൊക്കെ ഹഡിൽസ് ഉണ്ടോ അതെല്ലാം നീക്കം ചെയ്യും. ഒരു തടസ്സങ്ങളുമില്ലാതെ ഫ്രീ ആയിട്ടുള്ള ട്രേഡ് ആയിരിക്കും നടക്കുക. ഇത് സപ്ലൈ ചെയിനെ ബൂസ്റ്റ് ചെയ്യും. ഒരു തരത്തിലും ഒരു സപ്ലൈ ചെയിൻ ഇൻട്രപ്ഷൻ വരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സഹായകരമാവും. ഈ ഒരു 3 പോയിന്റ് കായ കല്ലാസ് എടുത്ത് പറയുന്നുണ്ട്. സെക്ടേഴ്സ് ലൈക്ക് ക്ലീൻ ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടർ, ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലാണ് ഡീല് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് സെക്യൂരിറ്റി ഡിഫൻസ് ഡീലാണ് നെക്സ്റ്റ് ഫേസിൽ ചർച്ച ചെയ്യുന്നത്. അതും ഈ ഒരു വരവിൽ തന്നെ അവരുടെ അജണ്ടയിലുണ്ട്. അത് തീർച്ചയായിട്ടും അവർ ആൻറ്റിസിപ്പേറ്റിംഗ് ന്യൂഡൽഹി ഇതിലെന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് അവരിതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാക്ട് എക്സ്പാൻഡ് കോപ്പറേഷൻ ഇൻ ഇൻഡോ പസഫിക് റീജിയൻ, നമ്പർ 1, മാരിടൈം സെക്യൂരിറ്റി, കൗണ്ടർ ടെററിസം ആൻഡ് സൈബർ ഡിഫൻസ്, ഇതിലെല്ലാം ക്ലോസർ കൊലാബറേഷൻ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ മേഖലകളിലെല്ലാം ക്ലോസർ കൊലാബറേഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ സീസണൽ വർക്കേഴ്സിന്റെ മൂവ്മെന്റ്സ്, ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കോപ്പറേഷൻ എല്ലാം തന്നെ യൂറോപ്യൻ യൂണിയന് അങ്ങോട്ട് ആവശ്യമുള്ളതുപോലെ തന്നെ അവർക്ക് വലിയ രീതിയിൽ ആവശ്യമുള്ള ഒരു വേറൊരു സംഗതിയാണ് സ്കിൽഡ് വർക്കേഴ്സ്. ഈ സ്കിൽഡ് വർക്കേഴ്സിനെ അവർക്ക് ആവശ്യമുണ്ട്. അത് അവർ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. സീസണൽ വർക്കേഴ്സ്, സ്റ്റുഡൻസ്, റിസർച്ച് വർക്കേഴ്സ്, സ്കിൽഡ് പ്രൊഫഷണൽസ്, ഇവർക്കെല്ലാം യൂറോപ്പിൽ വിസ കൊടുക്കും, യൂറോപ്പിലെമ്പാടും പോയിട്ട് പണിയെടുക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ തന്നെ ഒരു മോട്ടോ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി പ്രോഗ്രാംസ്, ആ പ്രോഗ്രാമിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാക്കി കാര്യങ്ങളും കൂടി അവർ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സ്ട്രെങ്തൻ ചെയ്യണം, പക്ഷേ അത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആവണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ വെക്കുന്നുണ്ട്. അതിനൊക്കെ എത്ര ശതമാനം, അതൊക്കെ നമുക്കൊരു പരിധി വരെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇന്ത്യ ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രിയാണ്, അപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ നാച്ചർ ഫ്രണ്ട്ലി ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. കാരണം നല്ല വിഷയങ്ങൾ ആര് പറഞ്ഞാലും നല്ലത് തന്നെയാണ്.
കവറിംഗ് റിന്യൂവബിൾസ്, ഗ്രീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ പോലെ സസ്റ്റൈനബിൾ മാനുഫാക്ചറിങ്, ഇതൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. ഇത് കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടേഴ്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഈ മേഖലകളിൽ യൂറോപ്പിന് ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുണ്ട്. ഈ യൂറോപ്യൻ യൂണിയൻ പറയുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഓവറോൾ തോട്ട് പ്രോസസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആ മാതൃകയിൽ ഒരു ഫോർമുലയാണ്. ഈ ഫോർമുലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റോട് കൂടിയാണ് യൂറോപ്പ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. എസ്റ്റാബ്ലിഷ് ട്രസ്റ്റഡ് പാർട്ട്ണർഷിപ്പ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ട്രസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, ഈ ഇടയ്ക്ക് വെച്ചിട്ട് യൂറോപ്പ് ഇതിൽ നിന്ന് വലിഞ്ഞു പോകാതിരുന്നാൽ മതി. ഇപ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ യൂറോപ്പിനെ അങ്ങ് വല്ലാത്ത രീതിയിൽ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് യൂറോപ്പിന് വളരെ അനിവാര്യമാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് ട്രംപ് താരിഫ് ഇട്ടാലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, പക്ഷേ യൂറോപ്പിന് ട്രംപ് താരിഫ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇൻഡോ പസഫിക് മേഖലയിലുള്ള മാരിടൈം സെക്യൂരിറ്റിയാണ് ഏറ്റവും കൂടുതൽ അവർ ആവശ്യപ്പെടുന്നത്. കാരണം ചൈനയുടെ ഭീഷണി, ഇമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ചൈന എന്ന് പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഇൻഡോ പസഫിക് എന്നാണ് അവർ എപ്പോഴും കോട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് അത് ഒരിക്കലും ഇപ്പം അവസാനിച്ചിട്ടില്ല, എന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. ആ സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ അഗ്രസീവായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യത്തിൽ, അഗ്രസീവായിട്ട് മാറിപ്പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാടുകളെ ഇവർ വീണ്ടും ചോദ്യം ചെയ്യും. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. എഗ്രിമെന്റ് വെച്ചതിന് ശേഷം അവർ കൂടുതൽ അവകാശത്തോടു കൂടി അത് ചോദിക്കും. ഇപ്പം തന്നെ അവർ കടുത്ത സമ്മർദ്ദമാണ് ഇന്ത്യക്ക് മേളിൽ പലപ്പോഴായിട്ട് റഷ്യയുടെ പേരും പറഞ്ഞിടുന്നത്. അപ്പോൾ നമ്മൾ ഒപ്പുവെച്ച് ഒരു എഗ്രിമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ കനത്ത സമ്മർദ്ദം ഇടും, അവർ സാങ്ഷൻസ് കൊണ്ടുവരും എന്നൊക്കെ പറയും. ഈ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ഒരു ഗ്രൂപ്പാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. പിന്നെ 1-2 രാജ്യങ്ങൾ മാത്രമായിരിക്കും അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഈ റഷ്യ ഇന്ത്യ പാർട്ട്ണർഷിപ്പിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് പല സാഹചര്യങ്ങളിൽ ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ജർമ്മനിയുടെ ചാൻസലർ മെർസ് ഫ്രെഡറിക് ഇവിടെ വന്നിരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ റഷ്യ പാർട്ട്ണർഷിപ്പ് അത് വേറൊരു ലെവലിലാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ള മെസ്സേജ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇതാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലേക്ക് ജനുവരി 26 റിപ്പബ്ലിക്കൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് അവർ ഡെസിഗ്നേറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് 27 നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഈ രീതിയിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യ യൂറോപ്പ് ബന്ധം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. അത് കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം നടത്തിയ, ലിറ്ററലി 3 വർഷം എന്ന് പറയാം, പക്ഷേ ലാസ്റ്റ് 1.5 ഇയർ കൊണ്ട് നമ്മൾ വളരെ ഡീപ്പ് ലെവലിൽ വളരെ ഹാർഡായിട്ടുള്ള ചർച്ചകളാണ് നടത്തിയത്. പല ഘട്ടങ്ങളായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇൻഫാക്ട് കമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ജർമ്മനി വിസിറ്റ് ചെയ്തു, മ്യൂണിക്കിൽ ചെന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ പല ഘട്ടങ്ങളിലുള്ള നെഗോസിയേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു പീക്ക് മൊമെന്റിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും 2 രാജ്യങ്ങൾക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വെസ്റ്റേൺ രാജ്യങ്ങളുടെ പണ്ടത്തെ കൊളോണിയലിസം, നിയോ കൊളോണിയലിസം, ഇതെല്ലാം തന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുള്ള വീഡിയോകൾ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ഒരു മോഡേൺ ഏജിൽ ഗ്ലോബൽ ചാലഞ്ചസുമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 2 രാജ്യങ്ങൾക്കും തന്നെ മ്യൂച്വലി ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വളരെ അനിവാര്യമാണെന്നുള്ള ആ ഒരു നിലപാടിൽ എത്തിയിരിക്കുകയാണ് 2 രാജ്യങ്ങൾ. 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് 27-28 രാജ്യങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പാണ്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അപ്പോൾ എന്തായാലും ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.